എത്ര വരുമാനം കിട്ടിയിട്ടും എത്ര ലോൺ എടുത്തിട്ടും ഒന്നിനും തികയുന്നില്ല. ഒരു ഭാഗത്ത് മക്കളും അവരുടെ ഭാവിയും, മറുഭാഗത്ത് പാരൻസും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും. ഇതിൻ്റെ രണ്ടിനിടയിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ സാൻഡ്വിച്ച് ജനറേഷൻ്റെ ഭാഗമാണ്. എന്താണ് ഈ സാൻഡ്വിച്ച് ജനറേഷൻ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടായത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ജനറേഷനിലുള്ളവർ ഫേസ് ചെയ്യുന്നത്? ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഈ ജനറേഷനിലുള്ളവർ മനസ്സിലാക്കാത്ത അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഒരു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് പാർട്ടുണ്ടല്ലോ, ഇതിനിടയിലല്ലേ നിങ്ങൾ വിട്ട് കിടക്കുന്നത്? ഒരു ഭാഗത്ത് മക്കളും ഒരു ഭാഗത്ത് പാരൻസും. ഇത് രണ്ടും കൂടി ഇങ്ങനെ വന്ന് അവസാനം നിങ്ങളിങ്ങനെ പൊടിഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ആദ്യം ഈ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടായെന്ന് പറയാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റും. സോ പാരൻസിന് പിന്നെ അവരുടെ ലൈഫിൽ കാര്യമായ ഉത്തരവാദിത്തങ്ങളില്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. 18 കഴിഞ്ഞാലും പാരൻസിൻ്റെ കൂടെ തന്നെയാണ് മക്കൾ കഴിയുന്നത്. സോ കുറേ കാലത്തേക്ക് മക്കളെ ഈ പാരൻസ് തന്നെയാണ് നോക്കുക. പിന്നെ ഈ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ഈ മക്കളാണ് പാരൻസിനെ നോക്കുക. സോ ഈ ഒരു ഫാമിലി സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ജനറേഷൻ ഉണ്ടായത്. ഈ ജനറേഷൻ്റെ പ്രശ്നം, ഒരു ഭാഗത്ത് ഇവർക്ക് മക്കളെ ടേക്ക് കെയർ ചെയ്യണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾക്കുള്ള പണം കണ്ടെത്തണം. മറുഭാഗത്ത് പ്രായമായ മാതാപിതാക്കളെ നോക്കണം, അവരുടെ ഹെൽത്ത് കെയർ മറ്റു കാര്യങ്ങളും ഇവർ തന്നെ നോക്കണം. സോ ഇങ്ങനെ ഉള്ള രണ്ട് ഇതിൻ്റെ ഇടയിൽ പെടുന്നത് കൊണ്ടാണ് ഈ ജനറേഷനെ സാൻഡ്വിച്ച് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സാൻഡ്വിച്ച് ജനറേഷനിലുള്ളവർ പ്രധാനമായും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഹെൽത്ത് കെയർ എക്സ്പെൻസസ്. മാതാപിതാക്കളെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലവും അവർക്ക് സമയത്തിന് ഭക്ഷണവും കൊടുക്കുക എന്നത് മാത്രമല്ല, അവരുടെ ഹെൽത്ത് കെയർ എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ പാരൻസും അവരുടെ പാരൻസിനെ നോക്കിയിരുന്നില്ല എന്നുള്ളത്. പക്ഷേ അന്നത്തേതിനേക്കാളും സാഹചര്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. നമ്മളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ ജനറേഷനിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് മിക്കതും ഈ ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് പണക്കാർക്ക് വരുന്ന രോഗമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏത് സാധാരണക്കാരനും ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ട്, ഇൻക്ലൂഡിങ് നമുക്കും ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള പാരൻസ് ആകുമ്പോൾ അവർ ടേക്ക് കെയർ ചെയ്യാനുള്ള ചിലവുകൾ കൂടും. ഇനി അടുത്തതായിട്ടുള്ളത് ഹോസ്പിറ്റൽ എക്സ്പെൻസുകളാണ്. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓരോ വർഷവും 14% വെച്ചിട്ടാണ് അത്ര കൂടുന്നത്. സോ അങ്ങനെ വരുമ്പോൾ വളരെ ഉയർന്ന ഒരു ചിലവ് ഈ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഇനി അടുത്ത പ്രശ്നം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ചിലവാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെയും നമ്മുടെ പാരൻസല്ലേ പഠിപ്പിച്ചത്, പക്ഷേ നമ്മൾ പഠിച്ച സ്കൂളുകളിലാണോ നമ്മൾ നമ്മുടെ മക്കളെ ചേർക്കുന്നത്? അല്ല. നമ്മൾ തന്നെ പറയും നമുക്ക് കുറച്ചുകൂടെ നല്ല എഡ്യൂക്കേഷൻ വേണമായിരുന്നു, ഇംഗ്ലീഷ് കുറച്ചുകൂടെ നന്നായിട്ട് അറിയണമായിരുന്നു. സോ നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കും. സോ അങ്ങനെയുള്ള സ്കൂളുകളുടെ ഫീസ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഫീസാണ്. സോ LKG തൊട്ട് തന്നെ നല്ല രീതിയിൽ സ്കൂൾ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. ഇനി സ്കൂളിൽ വിട്ടാൽ മാത്രം പോരാ, ഇവർക്ക് എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കേണ്ടി വരും ചില സബ്ജക്റ്റുകൾക്ക്. അപ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ട്യൂഷൻ ഫീസൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ചെറിയ എമൗണ്ടിനാണ് നമ്മളൊക്കെ ട്യൂഷൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണോ? ട്യൂഷൻ ഫീസ് തന്നെ നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഇനി ഇവർ ട്യൂഷനോടുകൂടി സാധാരണ രീതിയിൽ സ്കൂളിൽ പഠിച്ചാൽ മാത്രം പോരാ, ഏതെങ്കിലും നല്ല പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാൻ പറ്റണമെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ പാസ്സാവണം. സോ അതിൻ്റെ കോച്ചിങ്, അതിനും നല്ല രീതിയിലുള്ള എമൗണ്ട് വാങ്ങുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സായി അല്ലെങ്കിൽ പാസ്സായില്ല, ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരണം. ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നമ്മളിൽ പലരും പഠിച്ചത് പ്രൊഫഷണൽ കോഴ്സായിരിക്കും, അന്നത്തെ ഫീസൊന്നുമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ MBBSന് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഒരു ഫീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 200% കൂടിയിരിക്കുന്നത്. സോ കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അത് ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഈ 2 മക്കളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ചിലവുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഈ കുട്ടി നാട്ടിൽ പഠിക്കുകയാണെങ്കിലുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ നാട്ടിൽ നിന്ന് പഠിക്കാനല്ല ആഗ്രഹിക്കുന്നത്, ഇവർ വിദേശത്ത് പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ അവിടെ ഈ പറയുന്ന എക്സ്പെൻസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാവും. സോ പലപ്പോഴും വീടും പറമ്പൊക്കെ പണയം വിൽക്കുകയൊക്കെ ചെയ്തിട്ട് വേണം ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. സോ ഇതാണ് ഇവർ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം. ഇനി അടുത്ത പ്രശ്നം അത് ലൈഫ് സ്റ്റൈൽ പ്രഷറാണ്. നമ്മൾ പറഞ്ഞു പാരൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, മക്കളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഇതിനെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ വേണ്ടേ? നമുക്കൊരു വീട് വേണം. അപ്പോൾ പാരൻസിനും മക്കൾക്കും എല്ലാവർക്കും മുറികളുള്ള രീതിയിലുള്ള അത്യാവശ്യം വലിയൊരു വീട് തന്നെ നമ്മൾ വെക്കേണ്ടി വരും. വാടകയ്ക്കാണെങ്കിൽ പോലും വലിയൊരു വീട് തന്നെ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ഇനി നമ്മളൊരു കാർ വാങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ തന്നെ നമ്മൾ വാങ്ങണം. ഇനി കാറും വീടും മാത്രമല്ല,
ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അതിപ്പോൾ മക്കളുടെ കൂടെ പഠിക്കുന്നവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ പോലെ അവർക്കൊക്കെയുള്ള ഒരു മിനിമം ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ വരുമാനം വെച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. സോ അതിനുവേണ്ടി നമ്മൾ പല ഗാഡ്ജറ്റുകളും വാങ്ങേണ്ടി വരും, പല രീതിയിലുള്ള പണം ചിലവാക്കേണ്ടി വരും. പക്ഷേ ഇതിനൊന്നും നമ്മുടെ വരുമാനം തികയില്ല. സോ വീട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഹോം ലോൺ എടുക്കും, കാർ വാങ്ങാൻ വേണ്ടി കാർ ലോൺ എടുക്കും. പക്ഷെ അതുകൊണ്ട് തീരില്ല. ബാക്കിയുള്ള ചിലവുകൾക്ക് വേണ്ടി നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ പലിശ എന്ന് പറയുന്നത് വളരെ ഉയർന്ന പലിശയാണ്. സോ ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട്, പക്ഷേ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ലോണുകളെ ആശ്രയിക്കുന്നതുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിലെ നല്ലൊരു എമൗണ്ടും എല്ലാ മാസവും EMI ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോകും. അതോടൊപ്പം കടം ഒരു സൈഡിൽ കൂടെ കൂടി വരും. സോ ഇത്രയും നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യം. ഇനി ഇതിൽ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില അപകടങ്ങൾ കൂടെയുണ്ട്. അതിൽ ഒന്നാമത്തെ അപകടം, നമ്മളിപ്പോൾ പാരൻസിനെ നോക്കുന്നു, മക്കളെ നോക്കുന്നു. ഇനി ഭാവിയിൽ നിങ്ങളാര് നോക്കും? അപ്പോൾ നമ്മൾ പാരൻസിനെ നോക്കിയതുപോലെ നമ്മുടെ മക്കളും നമ്മളെ നോക്കണം. പക്ഷേ അവർക്ക് നമ്മളെ നോക്കാൻ പറ്റില്ല. നമ്മളെ ടേക്ക് കെയർ ചെയ്യണം എന്ന് മക്കൾ ആഗ്രഹിച്ചാൽ പോലും അവരെ കൊണ്ടത് പറ്റില്ല. ഒന്നാമത്തേത്, മിക്കവരും വിദേശത്തൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ അവരുടെ ജോലിയൊക്കെ ആയിട്ട് അവർ അവിടെ സെറ്റിലാവും. അപ്പോൾ പെട്ടെന്നൊരു കാര്യത്തിന് അവർക്ക് വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവിത ചെലവ് വെച്ച് എല്ലാ മാസവും നമുക്ക് പണം അയച്ചു തരാനോ അവരെ കൊണ്ട് പറ്റണമെന്നില്ല. ഇനി നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് തന്നെ അറിയാം ഇപ്പോഴുള്ള ജോലി സ്ഥലങ്ങളുടെയൊക്കെ അവസ്ഥ. വരുമാനം എന്ന് പറയുന്നത് ഇവിടുത്തെ വിലക്കയറ്റവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ആ രീതിക്കൊന്നും സാലറി കൂടുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് കോമ്പറ്റീഷൻ അത്രയും കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഹൈ സാലറി ഉള്ള ഒരു ജോലി കിട്ടണമെന്നില്ല. ഇൻ കേസ് കിട്ടിയാലും ആ സമയത്തുള്ള ജീവിത ചെലവ് വെച്ചിട്ട് അവർക്ക് നമ്മളെയും കൂടെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അവർക്ക് വേണമെന്ന് വിചാരിച്ചാലും അവർക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എല്ലാവരും മറന്നു പോകുന്നത് അവർ മക്കളുടെ ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പാരൻസിനെയും ടേക്ക് കെയർ ചെയ്യുന്നു, പക്ഷെ ആരും സ്വന്തം കാര്യം നോക്കുന്നില്ല. ഈ സാൻഡ്വിച്ച് ജനറേഷനിലുള്ള ഭൂരിഭാഗം പേരെയും പ്രശ്നം ഇവർക്കൊന്നും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഇല്ല. അതായത് അധ്വാനിക്കാൻ പറ്റാവുന്ന അത്രയും കാലം പണിയെടുത്ത് ജീവിക്കാം, പക്ഷെ അത് കഴിഞ്ഞാലോ? ഇപ്പോൾ ഇന്ത്യയിലെ ശരാശരി ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് 73 വയസ്സാണ്. സോ നമ്മൾ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് 55 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 60 വയസ്സ് വരെ ജോലി ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള കാലോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ പണം ഇല്ലെങ്കിൽ ആ പ്രായത്തിൽ നമ്മൾ ജോലി അന്വേഷിക്കണം. ആ പ്രായത്തിൽ എത്ര ജോലി അവസരങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് എടുക്കും. ഇതാണ് ഇതിലത്തെ ഒരു അപകടം. ഇതിപ്പോഴും ഈ സാൻഡ്വിച്ച് ജനറേഷനിലുള്ള പലരും മനസ്സിലാക്കിയിട്ടില്ല. വരുമാനം ഇല്ലാതായാൽ പിന്നെ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചാൽ ഇവർക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല. ഇനി അടുത്ത പ്രശ്നം, നമുക്ക് സ്വന്തം കാര്യത്തിന് ചിലവാക്കാൻ വരുന്ന ഒരു കുറ്റബോധമാണ്. പല സ്ത്രീകളും പറഞ്ഞു കണ്ടിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് നല്ലൊരു ഡ്രസ്സ് പോലും എടുക്കില്ല എന്ന്. അതിനെന്താ കാരണം? ഭർത്താവിന് അറിയാം ആ മാസത്തെ വരുമാനം. അപ്പോൾ കിട്ടുന്ന പണത്തിൽ നിന്നും ഇപ്പോൾ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാറായി അല്ലെങ്കിൽ മക്കൾക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും ചിലവിനായി, ഇതിനൊക്കെ ആയിട്ട് പുള്ളി പ്ലാൻ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ തന്നെ ബഡ്ജറ്റ് പൊളിഞ്ഞു. അപ്പോഴാണ് ഭാര്യ പറയുന്നത്, ഞങ്ങൾക്ക് മക്കൾക്കും എനിക്കും പുതിയ ഡ്രസ്സ് വേണം. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ആൾക്കറിയാം ഈ പണം ഇയാളുടെ കയ്യിൽ നിന്ന് പോയി. സോ ഇനി ബാക്കി ചിലവിന് വേണ്ടിയുള്ള പണം ഇയാൾ കടം വാങ്ങണം. അപ്പോൾ ഇനി സ്വന്തം ആവശ്യത്തിന് ഒരു ഷർട്ടോ ഒരു പുതിയ ഡ്രസ്സോ വാങ്ങുകയാണെങ്കിൽ ആ പണവും കൂടി ഇയാൾ കടം വാങ്ങണം. അപ്പോൾ അയാൾ എന്ത് ചിന്തിക്കും? എങ്കിൽ എനിക്ക് ഡ്രസ്സ് വേണ്ട, നിങ്ങൾ വാങ്ങിക്കോ. സോ ഈ ഒരു ഗതികേട് എന്ന് പറയുന്നത് ഈ സാൻഡ്വിച്ച് ജനറേഷനിലുള്ള എല്ലാവർക്കും വരുന്നതാണ്. സ്വന്തം ആവശ്യത്തിന് പണം ചിലവാക്കാൻ അയാൾക്കൊരു കുറ്റബോധം തോന്നും. സോ ഓൾറെഡി നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സന്തോഷമോ തൃപ്തിയോ ലൈഫിലില്ല എന്ന് വെച്ച് സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചിലവാക്കാന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത കുറ്റബോധം വരികയും ചെയ്യും. ഇനി അടുത്ത പ്രശ്നം, നിങ്ങൾക്ക് ഈ വരുമാനമുണ്ട്, ഇത് വെച്ച് ചിലവുകളൊക്കെ മുന്നോട്ട് എങ്ങനെയോ പോകുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടായിരിക്കും. ഈ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എപ്പോഴാണ് ഉണ്ടാവുക? എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. സോ എല്ലാ ദിവസവും ഈ ഒരു ആങ്സൈറ്റിയോട് കൂടി ജീവിക്കുന്ന ഒരാളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അതും പലപ്പോഴും നമ്മൾ നോക്കുന്നില്ല, പക്ഷേ കിടപ്പിലായി കഴിഞ്ഞാൽ നമ്മൾ അതെങ്കിലും നോക്കുമല്ലോ. പക്ഷേ മാനസികാരോഗ്യം നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മുടെ സ്വഭാവം മാറിയിട്ടുണ്ടാവും, നമുക്ക് പഴയതുപോലെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ടെൻഷൻ വരുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങൾക്ക് ഒരുപാട് സിഗ്നലുകൾ തരുന്നുണ്ട് നിങ്ങളുടെ മാനസികാരോഗ്യം കൊളായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അവസാനം എന്താവുമെന്നറിയോ? ഇതെല്ലാം കൂടെ ചെന്നെത്തിക്കുന്നത് ബേൺ ഔട്ട് എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലാണ്. ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ അപ്പുറം നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മുടെ ശരീരത്തിനും പറ്റില്ല, നമ്മുടെ മനസ്സിനും പറ്റില്ല.
നമ്മുടെ മാക്സിമം ആയി. പക്ഷേ ഈ ബേൺ ഔട്ടിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്നു. മക്കൾ പറയുന്നുണ്ടോ ഇയാൾക്ക് എപ്പോഴും ദേഷ്യമാണ്. കാരണം ഈ ആണുങ്ങളുടെ ബേൺ ഔട്ട്, ആണുങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സ് പുറത്ത് വരുന്നത് ദേഷ്യമായിട്ട് മാത്രമാണ്. അല്ലാതെ നമുക്കൊരിടത്ത് മാറിയിരുന്ന് കരയാനോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടം പറയാനുള്ളൊരു ഓപ്ഷൻ വീട്ടിലില്ലല്ലോ. പിന്നെ ഒന്നാമത് പണത്തിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. മക്കളുടെ മുന്നിൽ നമ്മുടെ വില പോവും, പാരൻസിൻ്റെ മുന്നിൽ വില പോവും. സോ ഈ ബേൺ ഔട്ടും സഹിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഒരു പോയിന്റിൽ നിങ്ങളുടെ ശരീരം പണി മുടക്കും. നിങ്ങൾക്കില്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല, ദഹനക്കേട് പോലെ, മുടി കൊഴിച്ചിൽ പോലെ, അതുപോലെ പല പല ലക്ഷണങ്ങളായിട്ട് ഇതിങ്ങനെ വരും. അവസാനം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്വഭാവം കൊണ്ട് വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വെറുപ്പിച്ച് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തും. പക്ഷേ ഇതിനെല്ലാം കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഫാമിലിയും ടേക്ക് കെയർ ചെയ്തതാണ്. പക്ഷെ അത് ആർക്കും മനസ്സിലാവില്ല, ആരും അത് ഓർക്കൂല. സോ ഈ സാൻഡ്വിച്ച് ജനറേഷനിൽ ഉള്ളവർ ഈ അപകടങ്ങളിൽ നിന്നും അതേപോലെ ഇവർ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? സോ അതിനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. സോ അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. ആദ്യം ഞാൻ സാമ്പത്തികമായിട്ട് ഈ ഒരു പ്രശ്നത്തിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ എടുക്കേണ്ട സ്റ്റെപ്പുകൾ പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ പല വീഡിയോസിലും ഞാൻ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തോന്നും ഇത് ഇയാൾ സ്ഥിരം പറയുന്നതല്ലേ എന്ന്. പക്ഷേ ഞാനിത് പറഞ്ഞു, ഇത്രയും തവണ പറഞ്ഞിട്ടും എമർജൻസി ഫണ്ട് ഇല്ലാത്ത ആൾക്കാരില്ലേ? സോ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വരുമാനമില്ലെങ്കിലും നമ്മുടെ ബേസിക് എക്സ്പെൻസുകൾ ഒരു 6 മാസത്തെ ബേസിക് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഇതുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടൊരു ചിലവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ പേടിക്കണ്ട, ഇതിൽ നിന്നെടുത്ത് ചിലവാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബേൺ ഔട്ടായി. അപ്പോൾ നിങ്ങൾക്കൊരു 3 മാസം ബ്രേക്ക് എടുത്താൽ ചിലപ്പോൾ മനസ്സൊക്കെ ശരിയായിട്ട് നിങ്ങൾക്ക് നോർമലാവാൻ പറ്റും. അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ ഈ എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി രാജിവെക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു വരുമാന മാർഗ്ഗം ഏതാണ് അത് കുറച്ച് കാലത്തേക്ക് വേണ്ടെന്ന് വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. സോ ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ആദ്യം ഒരു 6 മാസത്തെ ചിലവിനുള്ള എമർജൻസി ഫണ്ടിൻ്റെ തുക നിങ്ങൾ മാറ്റിവെക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ചിലവുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1 മക്കൾക്ക് വേണ്ടിയുള്ള പണം, 2 പാരൻസിന് വേണ്ടിയുള്ള പണം, 3ആമതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള പണം. ഈ 3ആമത്തെ പരിപാടിയാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ചെയ്യാതിരുന്നത്. പക്ഷേ അതാണ് ഏറ്റവും വലിയ അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക. സോ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വരുമാനത്തിന് നിങ്ങൾ കൃത്യമായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിലൊരു പങ്ക് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ 3 ചിലവുകളിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അത് മക്കളുടെ ചിലവുമല്ല, പാരൻസിൻ്റെ ചിലവുമല്ല, അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ചിലവിന് വേണ്ടിയിട്ടാണ്. ഭാവിക്ക് വേണ്ടിയുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ നിങ്ങൾ ചെയ്യണം. റിട്ടയർമെൻറ്റിന് വേണ്ടി നിങ്ങൾ പണം മാറ്റി വയ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഗിൽറ്റി തോന്നുന്ന ഒരു കാര്യമായിരിക്കും. അതായത് ആദ്യം ഞാൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ചിലവാക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം വരും. മക്കളെ നോക്കണ്ടേ, പാരൻസിനെ നോക്കണ്ടേ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ മക്കളാണ് അനുഭവിക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ അറിയാം നമുക്ക് പാരൻസിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇനി ഭാവിയിൽ ഈ ചിലവുകളൊക്കെ വീണ്ടും കൂടും. ആ സമയത്ത് മക്കളുടെ വരുമാനം വെച്ച് നമ്മളെയും നോക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റിന് വേണ്ടി പണം മാറ്റി വയ്ക്കുന്നത് നിങ്ങളുടെ മക്കളോട് സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. സോ അവിടെ നിങ്ങൾക്ക് ഒരു കുറ്റബോധവും വരണ്ട, അത് സത്യത്തിലൊരു നല്ല കാര്യമാണ്. സോ ഈ റിട്ടയർമെൻറ്റ് ഫണ്ട് അതെങ്ങനെ ഉണ്ടാക്കും? അതിനായിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക. ഇപ്പോൾ ഒരു PPF തുടങ്ങുകയാണെങ്കിൽ 15 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് 5 കൊല്ലമായിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ജോലി എപ്പോഴാണോ നിർത്തുന്നത് അപ്പോൾ ഈ പണം മുഴുവൻ പിൻവലിക്കാം. അതിന് ടാക്സ് ഒന്നും വരില്ല. PPFനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കാണാത്തവർക്ക് കണ്ടു നോക്കാം. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് റിട്ടയർഡ് ആയിട്ട് നമുക്ക് വരുമാനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് SWP ആയിട്ട് പണം പിൻവലിക്കുക. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. എൻ്റെ ഒരു പ്ലാൻ അതാണ്. ഞാനിപ്പോൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വരുമാനം ഇല്ലാതാകുമ്പോൾ അതിൽ നിന്നും SWP ആയിട്ട് പിൻവലിക്കാമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും അതേപോലെ STP SWPയെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം ഉണ്ട്. അതാകുമ്പോൾ അതിലെ ഒരു പാർട്ട് നമുക്ക് എല്ലാ മാസവും പെൻഷൻ കിട്ടുന്ന പോലെ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി തുക ഒരു PF പോലെ നമുക്ക് പിൻവലിക്കാം. ആ സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെയാണ്. മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ആ മുഴുവൻ തുകയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഉപയോഗിക്കാം. PPFലും അങ്ങനെ തന്നെ. റിട്ടയർമെൻറ്റിന് പറ്റിയ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് നോക്കാം. സോ
അടുത്ത സ്റ്റെപ്പ് ഇതാണ്, കിട്ടുന്ന വരുമാനത്തിൽ നിന്നും റിട്ടയർമെൻറ്റിനായിട്ട് ഇപ്പോഴേ പണം മാറ്റി വയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അത് പാരൻസിന് വേണ്ടി കൊടുക്കുക, മക്കൾക്ക് വേണ്ടി കൊടുക്കുക. പാരൻസിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. 3 കൊല്ലം കഴിയുമ്പോഴാണ് പല സ്കീമും അത് കൊടുക്കുന്നത്. സോ നിങ്ങൾ ഇപ്പോഴേ അത് എടുക്കുകയാണെങ്കിൽ ഈ 3 കൊല്ലം പെട്ടെന്ന് കഴിയും. അതിനുശേഷം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് വെച്ച് അത് കവർ ചെയ്യാം. ഇപ്പോൾ EMI ആയിട്ടൊക്കെ അത് അടയ്ക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. സോ പെട്ടെന്ന് വരുന്ന ഒരു വലിയ ഹെൽത്ത് കെയർ എക്സ്പെൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കടം വാങ്ങാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഭൂരിഭാഗം പേർക്കും പറ്റും. അതായത് നമ്മളുടെ മക്കളുടെ ഒരു പഠനത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത്, ഈ കുട്ടി +2 കഴിഞ്ഞ് ഒരു ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ ചിലവ് വരും എന്നുള്ളത് കുട്ടി ജനിക്കുമ്പോഴേ നമുക്കറിയാം. സോ നമ്മളിത് +2 കഴിയുന്നത് വരെ കാത്തിരിക്കാതെ അതിനുവേണ്ടി ഇപ്പോഴേ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 2 വയസ്സായ കുട്ടിയാണെങ്കിൽ PPF തുടങ്ങിയാൽ 15 കൊല്ലം കഴിയുമ്പോൾ കുട്ടിക്ക് 17 വയസ്സാവും. ആ സമയത്ത് PPFിൽ മുഴുവൻ തുകയും നമുക്ക് മെച്ചുവറായിട്ട് കൈ കിട്ടും. അത് വെച്ച് ഹയർ എഡ്യൂക്കേഷൻ അടയ്ക്കാം. സോ അങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുട്ടിയുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാം. അപ്പോൾ ചെറിയ എമൗണ്ടായിട്ട് എല്ലാ വർഷവും ഇങ്ങനെ മാറ്റിവെച്ച് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് കൈ കിട്ടും. പക്ഷേ ആ സമയത്താണ് നിങ്ങൾ പണത്തിന് വേണ്ടി ഓടുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും കടം വാങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ വിൽക്കേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തു, ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ പോവാണ്. പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം. അതായത് നിങ്ങൾ വീട്ടിൽ പണത്തിനെ കുറിച്ച് സംസാരിക്കണം. കാരണം ഈ സാൻഡ്വിച്ച് ജനറേഷനിലുള്ള ആൾക്കാർക്ക് വരുന്ന ചിലവുകൾ ലോജിക്കൽ ചിലവുകളല്ല, അത് പലപ്പോഴും ഒരു ഇമോഷണൽ ചിലവുകളാണ്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ വാഹനം മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒരു ഇമോഷൻ, അത് നമുക്കില്ലെങ്കിലും നമ്മളെ പാരൻസ് നമ്മളെ കൊണ്ട് പറയിച്ചിട്ട് നമ്മൾ അധിക ചിലവ് പലപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ നമ്മളുടെ ചില മത്സരങ്ങൾ, നമ്മുടെ ഒരു റിലേറ്റീവ് അവൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, സോ എനിക്ക് അതുപോലെ ജീവിക്കണം, അവൻ്റെ മക്കളെ ഇന്ന സ്കൂളിൽ ചേർത്തു, എനിക്ക് അവിടെ തന്നെ ചേർക്കണം. ഇപ്പോൾ ഭാര്യയുടെ ഒരു റിലേറ്റീവ്, ആ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അതുപോലെ എനിക്കും ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് ചിലവുകൾ നമ്മുടെ ലൈഫിൽ വരും. പിന്നെ ഒരു കുറ്റബോധത്തിൻ്റെ പുറത്ത് ചില ചിലവുകൾ വരും. ഇപ്പോൾ ഒരു റിലേറ്റീവ് കടം ചോദിക്കുന്നു, അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ? നമുക്ക് വലിയ മോശമൊന്നും തോന്നില്ല, പക്ഷേ പാരൻസ് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതേപോലെ വൈഫ് പറയും, നിങ്ങളുടെ റിലേറ്റീവിന് ആവശ്യം വന്നപ്പോൾ നിങ്ങൾ സഹായിച്ചു, എൻ്റെ ഒരു റിലേറ്റീവിന് ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്താ സഹായിക്കാത്തതെന്ന് ചോദിക്കും. സോ എഗെയിൻ ആ ഒരു കുറ്റബോധം, ആ ഗിൽറ്റിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ചിലവുകൾ നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കണമെങ്കിൽ നമ്മളെ ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ നിയന്ത്രിക്കണം. സോ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് നിങ്ങളുടെ വരുമാനത്തിനെ കുറിച്ചും നിങ്ങളുടെ ചിലവുകളെ കുറിച്ചും വീട്ടിൽ ഡിസ്കസ് ചെയ്യുക. പാരൻസുമായിട്ട് ഇത് ആദ്യമേ ഡിസ്കസ് ചെയ്യുക. കാശില്ലെങ്കിൽ കാശില്ല എന്ന് തന്നെ പറയുക, അതിലൊരു മാനക്കേടും വിചാരിക്കേണ്ട. ഭാര്യയോടും കൃത്യമായിട്ട് പറയുക, ഇത്രയും എനിക്ക് വരുമാനമുണ്ട്, പക്ഷേ ഇത്രയും എനിക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ട്, ബാക്കി വെച്ചിട്ടാണ് ഒരു മാസത്തെ ചിലവ് ഓടുന്നത്. സോ നീ ഒരു സൈഡിൽ നിന്ന് ഇത് ശ്രദ്ധിക്കാതെ ചിലവുകൾ പൊക്കിക്കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പൊളിയും. സോ നിൻ്റെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അതേപോലെ മക്കളെയും ചിലവുകൾ പറഞ്ഞു കൊടുത്ത് വളർത്തുക. ഇപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ട്. ആ സമയത്ത് എൻ്റെ വൈഫ് അവിടെ വെച്ച് പറഞ്ഞത്, നിങ്ങൾ അടിപൊളിയാണ്, പക്ഷേ നിങ്ങൾ ഈ പിശുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ കഴിയുന്നതാണ്. പക്ഷേ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയപ്പോൾ എൻ്റെ വൈഫിൻ്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റങ്ങളുണ്ട്. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഇതിങ്ങനെ വാങ്ങുകയാണെങ്കിൽ 100 രൂപയുള്ളൂ, ഇത് മേടിച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതലാണ്. അതേപോലെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഫിഷ് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ 3-4 ദിവസം ഇത് വെച്ച് ഓടിക്കാം, പക്ഷേ ഈ സമയത്ത് പച്ചക്കറി മേടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചിലവ് വരും. അങ്ങനെയൊക്കെ അവളുടെ തോട്ട് പ്രോസസ്സ് മാറി. സോ നമ്മുടെ വരുമാനം അനുസരിച്ചിട്ട് ചിലവ് ചുരുക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇപ്പോൾ എൻ്റെ വൈഫ് മനസ്സിലാക്കി. ഇനി മക്കളുടെ കാര്യം, എൻ്റെ പാരൻസ് എന്നെ കൃത്യമായിട്ട് വീട്ടിലെ ചിലവും വരവൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് വളർത്തിയത്. എനിക്കിപ്പോഴും ആ ഒരു നൈറ്റ് ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞാൻ വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് 10,000 രൂപ ശമ്പളം ഉണ്ടല്ലോ, എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെ ജീവിക്കാത്ത? ഞാനൊരു പൈസ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ചിലവാക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒരു പേപ്പറും പേനും എടുത്തിട്ട് ഒരു മാസത്തെ ഫുൾ ചിലവ് ഇങ്ങനെ എഴുതി കാണിച്ചു. ഇത്രയും എനിക്ക് ചിലവുണ്ട്, ഇനി ഇതിൽ നിന്ന് ഈ 10,000 വെച്ചിട്ട് ഈ ചിലവൊക്കെ കവർ ആവുന്നുണ്ട്, പക്ഷെ നീ പറയുന്ന ഈ ഒരു എക്സ്ട്രാ ഇതിന് എൻ്റെ കയ്യിൽ പൈസയില്ല. സോ അതിനുശേഷം എനിക്ക് വീട്ടിൽ പൈസ ചോദിക്കാൻ മടിയാണ്. കാരണം കിട്ടുന്ന വരുമാനത്തിലുള്ള ചിലവ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. സോ എനിക്ക് വേണ്ടി എക്സ്ട്രാ എമൗണ്ട് അവിടെ ഇല്ല.
അപ്പോൾ ഞാനത് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ പിന്നീട് എൻ്റെ പല ആവശ്യങ്ങൾക്കും ഞാൻ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ഒരു ശീലം അതിന് ശേഷം തന്നെ വന്നു. സോ നിങ്ങളിതൊക്കെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോട് പെരുമാറും, ചെറുപ്പത്തിലെ സമ്പാദിച്ചു തുടങ്ങും, അത് അവർക്കും നല്ലത് തന്നെയാണ്. സോ സാൻഡ്വിച്ച് ജനറേഷൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. പക്ഷേ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങളൊരു വിക്റ്റിമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ വിക്റ്റിമല്ല. ഒരു വീട്ടിൽ 2-3 മക്കളുണ്ടെങ്കിൽ അതിലെല്ലാവരും ഇങ്ങനെ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യില്ല. ആ കൂട്ടത്തിൽ ഉത്തരവാദിത്തമുള്ള ആളാണ് പാരൻസിനെ ടേക്ക് കെയർ ചെയ്യുക. ഇനി നിങ്ങൾ മക്കളുടെ ഭാവിക്ക് വേണ്ടി അത്രയും ചിന്തിക്കുന്നു, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നു, അതിനർത്ഥം എന്താ? നിങ്ങൾ അത്രയും സ്നേഹവും കരുതലും ഉള്ള ഒരാളാണ്. ഇനി നിങ്ങൾക്ക് ബേൺ ഔട്ടായി, നിങ്ങൾക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടുള്ള ആരോഗ്യമില്ല, എന്നിട്ടും നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതിനുള്ള എനർജി ഉണ്ടാക്കിയെടുത്ത് എല്ലാ ദിവസവും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ്. സോ നിങ്ങളിവിടെ വിക്റ്റിമല്ല. നിങ്ങൾ സാൻഡ്വിച്ച് ജനറേഷനിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾ ഉത്തരവാദിത്വമുള്ള ഒരാളാണ്, സ്നേഹവും കരുതലുമുള്ള ഒരാളാണ്, നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ്. സോ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചില വഴികളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ നന്നായിട്ട് നോക്കാം, നിങ്ങളുടെ മക്കളെ നന്നായിട്ട് നോക്കാം, അതോടൊപ്പം നിങ്ങളെയും നിങ്ങൾക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ഇനി ഇത് കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള സാൻഡ്വിച്ചിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അയാളുടെ കൂടെ നിൽക്കുക, അയാളുടെ മെൻ്റൽ ഹെൽത്തിനും നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഉള്ള ഇതേപോലുള്ള സാൻഡ്വിച്ചുകൾക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇനി ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആർ കമ്മിങ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.